രുദ്രാത്മികം ഭാഗം 11. എന്താ പരസ്പരം നോക്കി നിൽക്കുന്നേ? ഭക്ഷണം കഴിക്കും മക്കളെ. വേദിക പറയുന്നത് കേട്ടപ്പോൾ 4 പേരും അനുസരണയുള്ള കുട്ടികളെ പോലെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ദീപു, നീ എപ്പോഴാ വീട്ടിൽ പോകുന്നേ? കഴിക്കുന്നതിനിടയിൽ വേദിക ചോദിച്ചു. 2 ദിവസം കഴിഞ്ഞ് പോകണം. തിരിച്ചു പോകാനും സമയമായല്ലോ. പുഞ്ചിരിയോടെ അവൻ പറയുന്നത് കേട്ടപ്പോൾ ദച്ചുവിന് എന്തോ പോലെ. അവൻ പോണത് കേട്ടപ്പോൾ ഹൃദയം വിങ്ങുന്നത് പോലെ തോന്നി. എങ്കിലും വേദിക അടുത്തുള്ളതിനാൽ അവൾ ചിരിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചു. അപ്പോഴും ആമി ഒന്നും മിണ്ടാതെ ഭക്ഷണം കഴിപ്പാണ്. അല്ല, ഇവൾക്കെന്താ പറ്റിയത്? സാധാരണ വായ അടച്ചു വെക്കാറില്ലല്ലോ. ആമിയെ കൂർപ്പിച്ച് നോക്കി വേദിക പറഞ്ഞപ്പോൾ അവൾ ചുണ്ട് കൂർപ്പിച്ചുകൊണ്ട് അവരെ നോക്കി. ആ, അതൊക്കെ പോട്ടെ, നിന്റെ ചിലങ്ക ഒക്കെ എന്താ ആമി മുകളിൽ വലിച്ചെറിഞ്ഞത്? ദീപു ചോദിച്ചത് കേട്ടപ്പോൾ രുദ്രൻ ഒരു ഞെട്ടലോടെ ആമിയെ നോക്കി. എന്നാൽ അവൾക്കൊരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ആവശ്യമൊന്നും ഇനി ഇല്ല ഏട്ടാ. പുഞ്ചിരിയോടെയാണ് പറഞ്ഞതെങ്കിലും അതിലെ വേദന ദീപുവിനും ദച്ചുവിനും മനസ്സിലായി. രുദ്രൻ മാത്രം ഒന്നും മനസ്സിലാകാതെ ഇരിക്കുകയാണ്. അതുകണ്ട് വേദിക അവനോടായി പറഞ്ഞു. കേട്ടോ മോനെ, നൃത്തം സംഗീതം ഇത് രണ്ടും ദേ ഈ പെണ്ണിന് ഭ്രാന്തായിരുന്നു. പിന്നെ ലച്ചുവിൻ്റെ നിർബന്ധപ്രകാരമാണ് നിർത്തിയത്. വേദികയുടെ വാക്കുകൾ കേട്ടപ്പോൾ രുദ്രൻ ഞെട്ടലോടെ ആമിയെ നോക്കി. നൃത്തവും സംഗീതവുമാണ് എൻ്റെ ജീവിതം. ആമയ്ക്ക് ഇതൊന്നും ഇഷ്ടമല്ല. എന്നോടുള്ള ദേഷ്യത്താൽ അവൾ എൻ്റെ ചിലങ്ക മുറിച്ചു രുദ്രേട്ടാ. ഓർമ്മയിൽ ലച്ചുവിൻ്റെ വാക്കുകൾ അലയടിച്ചു വന്നപ്പോൾ അവൻ തലയൊന്ന് കുടഞ്ഞുകൊണ്ട് ആമിയെ നോക്കി. എന്താ പറഞ്ഞത്? ഇവൾക്കതൊക്കെ അറിയാവോ? ലച്ചു അല്ലേ അതിനൊക്കെ പോയിട്ടുള്ളത്? വർദ്ധിച്ച ഹൃദയമിടിപ്പോടെയാണ് രുദ്രൻ അത് ചോദിച്ചത്. ഹാ, ലച്ചുവോ? കണക്കായി. ആ പെണ്ണിന് ഇതൊന്നും കണ്ടൂടാ. ഇതിനെ ചൊല്ലി എന്നും ആമിമോളോട് അവൾ വഴക്കായിരുന്നു. വേദികയിൽ നിന്നും അതുകൂടെ കേട്ടതും രുദ്രന് ശരീരം തളരുന്നത് പോലെ തോന്നി. തൊണ്ട വറ്റി വരേണ്ട അവസ്ഥ. മിഴികൾ എന്തിനെന്നില്ലാതെ നിറയാൻ തുടങ്ങിയപ്പോൾ അവൻ അരികിലിരിക്കുന്ന ദച്ചുവിനെ നോക്കി. അവളും അവർ പറഞ്ഞത് ശരിവെക്കും വിധം പതിയെ തലയാട്ടിയപ്പോൾ അവൻ തളർച്ചയോടെ ചെയറിലിരുന്നു. അപ്പോഴും ആമയുടെ കഴിവിനെ പറ്റി പറയുകയായിരുന്നു വേദിക. എന്നാൽ അവൻ അതൊന്നും കേൾക്കുന്നു പോലും ഇല്ലായിരുന്നു. വല്ലാത്തൊരു ദേഷ്യവും സങ്കടവും വന്ന് മൂടുന്നത് പോലെ. അപ്പോഴും ആമയുടെ ചുണ്ടിൽ വരുന്ന പുച്ഛം അവൻ കണ്ടിരുന്നില്ല. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് റൂമിലെത്തിയപ്പോൾ രുദ്രൻ ആമിയെ നോക്കി പറഞ്ഞു. എനിക്കൊന്നും പറയാനോ കേൾക്കാനോ ഇല്ല. ഒരു നിമിഷം അവനെ നോക്കി നിന്ന ശേഷം അവൾ അതും പറഞ്ഞുകൊണ്ട് കിടക്കാനായി ചെന്നു. എന്നാൽ അപ്പോൾ തന്നെ അവൻ അവളുടെ കയ്യിൽ പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തിയിരുന്നു. അവൻ്റെ ആ പ്രവൃത്തിയിൽ പിടയ്ക്കുന്ന മിഴികളാൽ അവൾ അവനെ മുഖമുയർത്തി നോക്കി. ആമി പ്ലീസ്, ഐ ബെഗ് യു. ഞാൻ അറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ എനിക്ക് ചുറ്റും നടന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പ്ലീസ്, സത്യം എന്താണെന്ന് നീ തന്നെ എന്നോട് പറയാവോ? ദയനീയമായ മുഖത്തോടെ അവൻ അവളെ നോക്കി ചോദിച്ചു. അത് കേട്ടപ്പോൾ അവനിൽ നിന്നും ബലമായി അടർന്നു മാറിക്കൊണ്ട് അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. ഞാൻ നിങ്ങളോട് അന്നേ പറഞ്ഞതാ, ഒരു കാര്യവും എൻ്റെ വായിൽ നിന്നും വീഴില്ല എന്ന്. നിങ്ങൾക്കറിയണമെന്ന് അത്ര നിർബന്ധമാണേൽ വേറെ ആരോടെങ്കിലും പോയി ചോദിക്ക്. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ ബെഡിനടുത്തേക്ക് ചെന്നു. പിന്നെ നിങ്ങളുടെ വീട്ടിലെ പോലെ ഇവിടെ മാറിക്കിടക്കാൻ സോഫയൊന്നുമില്ല. അതുകൊണ്ട് 2 പേർക്കും ബെഡിൻ്റെ 2 അരികിലായി കിടക്കാം. ബെഡിൽ കയറി ഒരു വശത്ത് കിടന്നുകൊണ്ടവൾ പുതപ്പ് കൊണ്ട് മൂടി. അപ്പോഴും എന്തൊക്കെയോ ചിന്തകളാൽ അസ്വസ്ഥമായ മനസ്സോടെ നിൽക്കുകയായിരുന്നു രുദ്രൻ. ഏറെ നേരം ആ നിൽപ്പ് തുടർന്നതിനു ശേഷം അവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ബെഡിൻ്റെ മറുവശത്ത് ചെന്ന് കിടന്നു. പതിയെ 2 പേരും ഉറക്കിലേക്ക് വഴുതി വീണു. എന്നാൽ ഒട്ടും ഉറങ്ങാനാവാതെ ഹൃദയവേദനയോടെ ഇരിക്കുന്ന 2 പേർ ഉണ്ടായിരുന്നു അവിടെ. എത്ര തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ഉറക്കം വരാതെ ആയപ്പോൾ എഴുന്നേറ്റ് ബാൽക്കണിയിൽ ചെന്നതായിരുന്നു ദച്ചു. അപ്പോഴാണ് അവിടെ ഒരു സ്റ്റോൺ ബെഞ്ചിൽ അകലേക്ക് കണ്ണും നട്ടിരിക്കുന്ന ദീപുവിനെ അവൾ കാണുന്നത്. അവനെ അപ്പോൾ അവിടെ കണ്ടപ്പോൾ അവളുടെ മിഴികൾ വിടർന്നു. എന്നാൽ നിലാവിൻ്റെ ശോഭയിൽ അവൻ്റെ നിറഞ്ഞിരിക്കുന്ന മിഴികൾ കണ്ടപ്പോൾ അവളുടെ മുഖവും വേദനയാൽ നിറഞ്ഞു. ദീപുവേട്ടാ. അവനരികിൽ ചെന്ന് പതിഞ്ഞ സ്വരത്തിൽ അവൾ വിളിച്ചപ്പോൾ അവൻ ഞെട്ടിക്കൊണ്ട് എഴുന്നേറ്റ് അവളെ നോക്കി. കുറച്ചു സമയം അവളെ നോക്കി നിന്ന ശേഷം അവൻ അവളെ വാരിപ്പുണർന്നു. അവൻ്റെ ആ പ്രവൃത്തിയിൽ ആദ്യം ഒന്ന് ഞെട്ടിപ്പോയി എങ്കിലും അവൾ തിരിച്ച് സന്തോഷത്തോടെ അവനെ പുണർന്നു. തോളിൽ നനവ് പടരുന്നത് അറിഞ്ഞിട്ടും അവൾ അവനെ മാറ്റി നിർത്താതെ കൂടുതൽ അവളോട് ചേർത്ത് നിർത്തി. പെട്ടെന്ന് എന്തോ ബോധം വന്നതുപോലെ അവൻ അവളിൽ നിന്നും അടർന്നു മാറി. ഐ ആം സോറി. അവളെ നോക്കാതെ അത്രയും പറഞ്ഞുകൊണ്ടവൻ വേഗത്തിൽ അവിടെ നിന്നും പോയി. ഇല്ല ദീപുവേട്ടാ, ഇനിയും നിങ്ങളിൽ നിന്നും അകലാൻ എനിക്കാവില്ല. നാളെ തന്നെ ഞാൻ ആമിയുമായി സംസാരിച്ച് ഇതിനൊരു അവസാനമുണ്ടാക്കും. അവൻ പോണത് നോക്കി നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ടവൾ മുറിയിലേക്ക് ചെന്നു. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ആദ്യം എഴുന്നേറ്റത് രുദ്രനായിരുന്നു. സമയം നോക്കിക്കൊണ്ട് എഴുന്നേൽക്കാൻ പോയ അവൻ ഉടനെ തന്നെ അവിടെ കിടന്നുപോയി. അപ്പോഴാണ് അവന് നെഞ്ചിലൊരു ഭാരം പോലെ തോന്നിയത്. മെല്ലെ നോക്കിയപ്പോൾ കാണുന്നത് അവൻ്റെ നെഞ്ചിൽ തലവെച്ച് ഒരു കയ്യാലെ അവനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് കിടന്നുറങ്ങുന്ന ആമിയെയാണ്.
മുടിയിഴകൾ മുഖത്തെ മുഴുവനും മറച്ചിട്ടുണ്ട്. എങ്കിലും അവയ്ക്കിടയിലൂടെ ആ ചോര ചുണ്ടുകൾ എടുത്തു കാണുന്നുണ്ട്. ഒരു നിമിഷം അവൻ അത് നോക്കി നിന്നു. ശേഷം ഏതോ ലോകത്തെന്ന പോലെ പതിയെ കുനിഞ്ഞു വന്ന് അവളുടെ അധരങ്ങളിൽ തൻ്റെ അധരം ചേർത്ത് വെച്ചു. അവളെ ഉണർത്താതെ വളരെ നേർമയിൽ അവൻ അവളെ ചുംബിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്നാണ് അവന് താൻ എന്താ ചെയ്യുന്നത് എന്ന ബോധം വന്നത്. അപ്പോൾ തന്നെ അവൻ അവളെ പതിയെ മാറ്റിക്കിടത്തിയ ശേഷം എഴുന്നേറ്റിരുന്നു. ഷേ, എനിക്കെന്താ പറ്റിയേ? അറിയാതെ ചെയ്തു പോയതാ. ഇവൾ അടുത്ത് നിൽക്കുമ്പോഴൊക്കെ ഇപ്പോൾ ഹൃദയം താളം തെറ്റി മിടിക്കാൻ തുടങ്ങാറുണ്ട്. ഓ, എന്തായാലും വേഗം എഴുന്നേറ്റത് നന്നായി. അല്ലെങ്കിൽ ഈ കാന്താരി ഉണർന്നാൽ രാവിലെ തന്നെ ഇവിടെ യുദ്ധക്കളമാകും. ഒരു കുസൃതി ചിരിയോടെ അവളെ നോക്കിക്കൊണ്ട് അവൻ ഡ്രസ്സും എടുത്ത് ഫ്രഷായിക്കൊണ്ട് താഴേക്ക് ചെന്നു. എന്നാൽ അതൊന്നും അറിയാതെ നല്ല ഗാഢമായ ഉറക്കിലാണ് ആമി. ആഹാ, മോൻ എഴുന്നേറ്റോ? അവൻ സ്റ്റെയർ ഇറങ്ങി വരുന്നത് കണ്ട സഞ്ജയ് പുഞ്ചിരിയോടെ ചോദിച്ചു. അയാളുടെ കൂടെ ഉമ്മറത്ത് ചെന്നവനിരുന്നു. ആ, അച്ഛൻ ഇന്നലെ എപ്പോഴാ വന്നേ? അവർക്കരികിൽ ചെന്നുകൊണ്ടവൻ ചോദിച്ചു. ആ, ഇന്നലെ കുറച്ച് വൈകിപ്പോയി. അപ്പോഴേക്കും വേദിക അവർക്കുള്ള ചായയുമായി വന്നിരുന്നു. അവൾ എഴുന്നേറ്റിട്ടില്ല അല്ലേ? അവൻ്റെ കയ്യിൽ ചായ കൊടുത്ത് മുകളിലേക്ക് നോക്കിക്കൊണ്ട് അവർ ചോദിച്ചു. ഇല്ല അമ്മ. ആ പെണ്ണിനൊരു ബോധവുമില്ല. ഇങ്ങ് വരട്ടെ, കൊടുക്കുന്നുണ്ട് ഞാൻ. ദേഷ്യത്തോടെ അവർ അകത്തേക്ക് പോകണത് നോക്കി നിന്ന രുദ്രനെ നോക്കി സഞ്ജയ് ഒന്നുമില്ല എന്ന രീതിയിൽ ചിരിയോടെ കണ്ണുകൾ ചിമ്മി. അപ്പോഴായിരുന്നു എഴുന്നേറ്റ് കുളിയൊക്കെ കഴിച്ചുകൊണ്ട് ആമി അവിടേക്ക് വന്നത്. സഞ്ജയിനെയും അയാളുടെ കൂടെ ചിരിയോടെ ഓരോന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന രുദ്രനെയും അവൾ ഒരു നിമിഷം നോക്കി നിന്നു. അവൾ വരുന്നത് രുദ്രൻ കാണുന്നുണ്ടായിരുന്നു. അവനെ നോക്കി പുച്ഛത്തോടെ മുഖം കോട്ടിക്കൊണ്ടവൾ സഞ്ജയ്ക്കരികിൽ ചെന്നു. അച്ഛേ, കൊഞ്ചിക്കൊണ്ടവൾ അയാൾക്കരികിൽ ചെന്നിരുന്നു കൊണ്ട് ഓരോന്നും പറയാൻ തുടങ്ങി. ആ സമയം രുദ്രൻ ഫോൺ നോക്കിയിരുന്നു. ഫോൺ നോക്കുന്നുണ്ടെങ്കിലും അവൻ്റെ ശ്രദ്ധ മുഴുവനും അവൾ പറയുന്നതിലായിരുന്നു. കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ കൈകൊണ്ടും മുഖം കൊണ്ടുമൊക്കെ ഓരോ എക്സ്പ്രഷൻ ഇട്ടുകൊണ്ട് അവൾ പറയുന്നതൊക്കെ ഇടംകണ്ണാൽ നോക്കിക്കൊണ്ട് അവൻ ഇരുന്നു. അപ്പോഴായിരുന്നു ദച്ചുവും അവിടേക്ക് വന്നത്. വന്ന ഉടനെ തന്നെ അവൾ രുദ്രൻ്റെ അടുത്ത് ചെന്നിരുന്നു. ഗുഡ് മോർണിംഗ്. അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ആമി ഒഴികെ മറ്റു 2 പേരും അവളെ നോക്കി ചിരിച്ചു. ആമി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട ദച്ചു സങ്കടത്തോടെ രുദ്രനെ നോക്കി. അവൻ അവളെ നോക്കി കണ്ണ് ചിമ്മി കാട്ടി. ആമി, ഒന്ന് എൻ്റെ കൂടെ വരാവോ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ദച്ചു അവളെ നോക്കി പറഞ്ഞു. അവൾ പറയുന്നത് കേട്ടപ്പോൾ അച്ഛ ഉള്ളതിനാൽ മറുത്തൊന്നും പറയാനാകാതെ അവൾ ദച്ചുവിനെ നോക്കി ഒന്ന് ചിരിച്ചെന്ന് വരുത്തിക്കൊണ്ട് പതിയെ തലയാട്ടി. അവർ അവിടെ നിന്നും എഴുന്നേൽക്കാൻ നോക്കുമ്പോഴാണ് അവിടേക്കൊരു ടാക്സി വന്നു നിന്നത്. കയ്യിലൊരു ലഗേജുമായി ജീനും ടോപ്പും അണിഞ്ഞ് അതിൽ നിന്നും ഇറങ്ങിയ ആളെ കണ്ട് അവർ 4 പേരും ഞെട്ടലോടെ എഴുന്നേറ്റിരുന്നു. മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടപ്പോൾ രുദ്രൻ്റെയും ആമിയുടെയും അധരം ഒരുപോലെ മൊഴിഞ്ഞു. ലച്ചു, രുദ്രേട്ടാ. അപ്പോഴേക്കും ഒരു പൊട്ടിക്കരച്ചിലോടെ ലച്ചു ഓടിച്ചെന്ന് രുദ്രനെ കെട്ടിപ്പിടിച്ചിരുന്നു.